السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ റമദാനുൽ ശരീഫിൻ്റെ ശ്രേഷ്ഠമായ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ റമദാനിൻ്റെ കാരുണ്യത്തിൻ്റെ 10 എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആദ്യത്തെ 10 നമ്മളിൽ നിന്ന് തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആദ്യത്തെ 10-ൽ നമ്മൾ അള്ളാഹുവിനോട് നിരന്തരം ചോദിച്ചു കൊണ്ടിരുന്നത് അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ, ഏറ്റവും വലിയ കരുണക്കടലായ റബ്ബേ, നിന്റെ കാരുണ്യം എന്നിൽ സദാ വർഷിക്കണേ എന്നാണ്. എന്നാൽ വിശ്വാസികളെ, നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടിയുള്ള നമ്മുടെ ചോദ്യം പരിശുദ്ധ റമദാനിലെ ആദ്യത്തെ 10-ലൂടെ അവസാനിക്കാൻ പാടില്ല. കാരണം അള്ളാഹുവിൻ്റെ കാരുണ്യമില്ലാതെ 2 ലോകത്തും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ കാരുണ്യം കൂടാതെ നമുക്കൊരിക്കലും പരിശുദ്ധരാകാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു ഫിദ്ദുനിയാ വൽ ആഖിറ, ഈ ലോകത്തും പരലോകത്തും അള്ളാഹുവിൻ്റെ കാരുണ്യവും അവൻ്റെ ഔദാര്യവും നിങ്ങൾക്ക് മേൽ ഇല്ലായിരുന്നുവെങ്കിൽ ലമസ്സകും ഫീമാ അഫൽതും ഫീഹി അദാബുൻ അലീം, അതിഭീകരമായിരിക്കുന്ന അള്ളാഹുവിൻ്റെ ശിക്ഷയെ നിങ്ങൾ നേരിടേണ്ടി വരുമായിരുന്നു. പിന്നെയും ഖുർആൻ പറയുന്നു, വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു മാ സകാ മിൻകും മിൻ അഹദിൻ അബദാ, അള്ളാഹുവിൻ്റെ കാരുണ്യവും അവൻ്റെ ഔദാര്യവും നിങ്ങൾക്കില്ലായിരുന്നുവെങ്കിൽ നിങ്ങളിൽ ഒരാളും ഒരു കാലത്തും പരിശുദ്ധി നേടുകയില്ല. പിന്നെയും പരിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം, ഫലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു ലകുൻതും മിനൽ ഖാസിരീൻ, അള്ളാഹുവിൻ്റെ കാരുണ്യവും അവൻ്റെ ഔദാര്യവും നിങ്ങൾക്ക് അവൻ ചൊരിഞ്ഞു തന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയ പരാജിതരിൽ പെട്ടുപോകുമായിരുന്നു എന്ന് ഇങ്ങനെ പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ അള്ളാഹുവിൻ്റെ വലിയ കാരുണ്യത്തെക്കുറിച്ച് അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ ചോദ്യം അത് റമദാനിലെ ആദ്യത്തെ 10-ഓടുകൂടി അവസാനിപ്പിക്കാൻ പാടില്ല. അള്ളാഹുവിൻ്റെ കാരുണ്യം അത്രമേൽ നമുക്ക് ആവശ്യമാണ്. അള്ളാഹു അത്രമേൽ കാരുണ്യമുള്ളവനുമാണ്. യുദ്ധത്തടവുകാരിയായി പിടിക്കപ്പെട്ടൊരുമ്മ തൻ്റെ കുഞ്ഞിനെയും അന്വേഷിച്ചു കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആ കുഞ്ഞിനെ കണ്ടെത്തുകയും ആ കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ച് വളരെ ലാളിത്യത്തോടെ വളരെ കാരുണ്യത്തോടുകൂടി ആ കുഞ്ഞിന് അമ്മിഞ്ഞ പാല് നൽകുകയും ചെയ്തപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളോട് പറയുകയാണ്, പ്രിയപ്പെട്ട സ്വഹാബികളെ, ഈ പ്രിയപ്പെട്ട ഉമ്മാക്ക് ഈ കുഞ്ഞിനോടുള്ള ലാളിത്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ കുഞ്ഞിനോടുള്ള ആർദ്രതയും ആ കുഞ്ഞിനോടുള്ള കാരുണ്യവും നിങ്ങൾ അനുഭവിച്ചില്ലേ? ഇതിനേക്കാൾ വലിയ കാരുണ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് തൻ്റെ അടിമകളോടുള്ളത് എന്ന് ലോകത്തിൻ്റെ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് നമ്മൾ നിരന്തരം അവൻ്റെ കാരുണ്യത്തിനു വേണ്ടി ചോദിച്ചു കൊണ്ടിരിക്കണം. അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാൻ നമ്മൾ ഈ ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യണം. അത് മനുഷ്യരോട് മാത്രമല്ല, വിശ്വാസികളോട് മാത്രമല്ല, സഹജീവികളോടും ഇവിടെയുള്ള സകല ജീവജാലങ്ങളോടും നമ്മൾ കരുണയുള്ളവരായാൽ ആകാശത്തുള്ളവൻ അവൻ്റെ കാരുണ്യം നമ്മിലേക്ക് സദാ വർഷിച്ചു കൊണ്ടേയിരിക്കും. നമുക്കറിയാം, നാം ജീവിക്കുന്ന കാലം സ്വന്തം മാതാവിനെയും സ്വന്തം കുടുംബത്തിലുള്ളവരെയും
രക്തത്തിൽ പിറന്നവരെയും അറുകൊല ചെയ്യാൻ മടിക്കാത്ത കാലം, സ്വന്തം സഹപാഠികളോടുകൂടെ നിർഭയത്വത്തോടുകൂടി യാത്ര ചെയ്യാൻ പറ്റാത്ത കാലം, മനുഷ്യഹൃദയങ്ങളിൽ നിന്ന് കാരുണ്യം എടുത്തു കളയപ്പെട്ട ഒരു കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാൻ ആദ്യം നമ്മൾ കരുണയുള്ളവരാകണം. ആ കാരുണ്യമാണ് ഇന്ന് ലോകം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. പുണ്യപ്രവാചകന്റെ ശ്രേഷ്ഠമായ ആ വാക്കുകൾക്ക് ഇന്ന് കാലം കാതോർത്തുകൊണ്ടിരിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വിശ്വാസിയെ പരിചയപ്പെടുത്തുകയാണ്. മഹാനായ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഉദാഹരണം പറയുകയാണ്. തറൽ മുഅ്മിനീന ഫീ തറാഹുമിഹിം വതവാദ്ദുഹിം വതആതുഫിഹിം കമസലിൽ ജസദി. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഉദാഹരണം, അവൻ മറ്റുള്ളവരോട് കരുണ ചെയ്യുന്നതിലും അവരോട് സ്നേഹത്തോടുകൂടി വർത്തിക്കുന്നതിലും അവരോട് ആർദ്രതയോടുകൂടി പെരുമാറുന്നതിലും ഒരു വിശ്വാസിയുടെ ഉദാഹരണം കമസലിൽ ജസദി, ഒരു ശരീരത്തിന്റെ ഉദാഹരണമാണ്. ഇതസ്തകാവുലവൻ, ആ ശരീരത്തിൽ നിന്ന് ഒരവയവത്തിന് എന്തെങ്കിലും ഒരു ഇഞ്ചുറി സംഭവിച്ചാൽ, എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ, തദാഅലഹു സായിറു ജസദിഹി ബിസ്സഹരി വൽ ഹുമ്മ, ആ ശരീരത്തിലുള്ള മറ്റവയവങ്ങൾ ഈ ഒരവയവത്തിലുണ്ടായ പരിക്കിന്റെ പേരിൽ വേദനിക്കുകയാണ്, ഉറക്കമൊഴിക്കുകയാണ്. എന്നതുപോലെയാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ മറ്റുള്ളവർക്ക് ഒരു പ്രയാസമുണ്ടാകുന്നതിൽ, മറ്റുള്ളവർക്കൊരു വേദനയുണ്ടാകുന്നതിൽ, സ്വന്തം ശരീരത്തിൽ വേദനയുണ്ടാകുന്നത് പോലെ മറ്റുള്ളവരുടെ വേദനയിലും പങ്കാളികളാകുന്നവരും ആ വേദന തിരിച്ചറിയുന്നവരുമാണ് യഥാർത്ഥ വിശ്വാസികളെന്ന് പരിശുദ്ധ ദീന് പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്കും ആ രൂപത്തിലേക്ക് മാറാൻ കഴിയണം. മറ്റുള്ളവന്റെ വേദന, മറ്റുള്ളവന്റെ പ്രയാസം, അവന്റെ കഷ്ടപ്പാടുകൾ തിരിച്ചറിയാനുള്ള കരുണയുള്ള മനസ്സ് നമുക്കുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യം നമ്മിലേക്ക് സദാ വർഷിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അതുമാത്രമല്ല, നമ്മുടെ വീടിന്റെ ചുറ്റുഭാഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന പക്ഷിപറവാദികൾ, അതുപോലെ തന്നെ മറ്റു ജീവജാലങ്ങൾ, ഇവയോടൊക്കെ നമുക്ക് കരുണയുണ്ടാവണം. അതിശക്തമായ ചൂടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോമ്പാണെങ്കിൽ പോലും മറ്റു ജീവജാലങ്ങൾക്ക് അവയോട് നോമ്പ് കൊണ്ട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അവയൊന്നും തന്നെ ദാഹിച്ചവശരാകാൻ പാടില്ല. അതുകൊണ്ട് നമ്മുടെ വീട്ടുമുറ്റത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അവക്ക് ദാഹജലമൊരുക്കണം. മറ്റുള്ള ജീവികളോടും കരുണയുള്ളവരാകാൻ നമുക്ക് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കും. അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാതെ ഒരിക്കലും തന്നെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നമ്മുടെ ആരാധന കൊണ്ടോ മറ്റു സൽക്കർമ്മങ്ങൾ കൊണ്ടൊന്നും നമുക്ക് രക്ഷ നേടാൻ കഴിയില്ല. അതൊന്നും അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളിൽ ഒന്നിനു പോലും പരിഹാരമല്ല, ഒന്നിനു പോലും നന്ദിയായി നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. അത്രമേൽ അനുഗ്രഹങ്ങളാണ് അള്ളാഹു നമുക്ക് ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നത്. രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം വേണം. അത് ലഭിക്കാൻ ഭൂമിയിലുള്ള മറ്റു എല്ലാ ജീവജാലങ്ങളോടും നമുക്ക് കരുണയുണ്ടാകണം. അള്ളാഹു സഹായിക്കട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മുടെ ഹൃദയം കരുണയുള്ള ഹൃദയങ്ങളാക്കി തരട്ടെ. അതുവഴി അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.